ശ്രീ അശോകൻ നടൻ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ അശോകൻ, താങ്കൾ ഈ ചേർത്ത് വെക്കാനുള്ള അനുഭവങ്ങൾ. ഞങ്ങള് ഒരു 1981 മുതൽ യവനികമാനുള്ള ഒരു അടുപ്പവും ഒക്കെയാണ് ഞങ്ങൾ തന്നത്. അത് 2-3 സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് സിനിമയിൽ അല്ലെങ്കിൽ അങ്ങനെ ദീർഘമായിട്ടുള്ള ഒരു പരിചയം ഞങ്ങൾ തമ്മിൽ വലിയ അടുപ്പം ഉണ്ടായിരുന്നു. കാരണം കാണുമ്പോഴൊക്കെ വളരെ തമാശ പറയും, ഓരോ കാര്യങ്ങളൊക്കെ വളരെ രസകരമായ ധാരാളം കാര്യങ്ങൾ പറയുകയും ഒക്കെ വളരെ നർമ്മഭാവനയുള്ള ഒരാളായിരുന്നല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമയെ കൂടി നമുക്കെല്ലാം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എടുത്ത സിനിമകൾ, സംവിധാനം ചെയ്ത സിനിമകളെല്ലാം വളരെ ഗംഭീര സിനിമകളായിരുന്നു. അഭിനയമാണെങ്കിൽ ഇച്ചിരി മലയാള സിനിമയ്ക്ക് വളരെ ചേഞ്ച് ഉണ്ടാക്കിയ താരങ്ങളിലൊരാളാണ്. അന്ന് താരമായിട്ടല്ല വന്നെങ്കിലും പിന്നീട് താരമായി അദ്ദേഹം. അത് നമ്മുടെ നായക സങ്കല്പത്തിന് ഒക്കെ ഒരു അതെല്ലാം തിരുത്തി കുറിച്ച് നടന്നായിരുന്നു ശ്രീനിവാസൻ. പിന്നെ അതായത് അങ്ങനെ ഒരുപാട് സിദ്ധിയുള്ള ഒരാളാണ്. കുറച്ച് നാളായിട്ട് സുഖമില്ലായിരുന്നപ്പോ തന്നെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് നാൾക്കും ഒരു ഫംഗ്ഷൻ ഒരുമിച്ച് കണ്ടതാണ്. അപ്പൊ ആരോഗ്യത്തിന് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. സംസാരമൊക്കെ അവസാന കാലത്ത് ഇച്ചിരി സംസാരമൊക്കെ വല്ലാത്ത വിഷമം തോന്നിയിരുന്നു. അത് കേൾക്കുമ്പോഴും ഒന്നും വ്യക്തമായിട്ട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആരോഗ്യത്തോടെ കണ്ട അവസാനം ഒരു എയർപോർട്ടിൽ വെച്ചായിരുന്നു. ഞങ്ങൾ ചെന്നൈ എയർപോർട്ടിലാണ് കണ്ടത്. അന്നും കുറെ തമാശകളൊക്കെ പറഞ്ഞു, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു വലിയ അടുപ്പം ഉണ്ടായിരുന്നു മാനസികമായിട്ട് ഞങ്ങൾ തമ്മിൽ. ഇതിങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല. അത് സിനിമയ്ക്ക് തന്നെ വലിയ നഷ്ടം തന്നെയാണ്. വാസ്തവത്തിൽ സിനിമയ്ക്ക്, മലയാള സിനിമയ്ക്ക് നഷ്ടമാണ്. വലിയൊരു കലാകാരനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ശ്രീ അശോകനാണ് ശ്രീനിയെ ഓർത്തെടുത്തത്. മറ്റൊരു പ്രധാനപ്പെട്ട ശ്രീനിവാസൻ്റെ ഈ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എപ്പോഴും കൗതുകമുണർത്തുകയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും മറ്റും ചെയ്യുന്നതാണ്. അതിലൊന്നാണ്, നല്ലതല്ലെന്ന കാരണത്താൽ ചെയ്തിട്ടില്ലാത്ത 500 സിനിമകളാണ് താൻ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവന. എന്താണ് താങ്കൾ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവന എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീമതി മല്ലിക സുകുമാരൻ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി മല്ലിക സുകുമാരൻ, ഒരുപാട് ഓർത്തെടുക്കാനുണ്ടാകും ശ്രീനിവാസനെ കുറിച്ച്, അല്ലേ? അയ്യോ, ഒരുപാട് ഓർത്തെടുക്കാന്ന് മാത്രമല്ല, പലതും ജീവിതത്തിൽ മാതൃകയാക്കണം വരെ പറഞ്ഞിട്ടുണ്ട്. സിനിയേട്ടന്റെ കഥകളും സിനിമകളും എല്ലാം. കാരണം ഇന്നേ വരെ എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു സിനിമ കാണുമ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി എഴുതിയ കഥയായിട്ട് നമുക്ക് തോന്നാറില്ല. ഒരു സിനിമ സൃഷ്ടിക്കപ്പെട്ടു എന്നല്ല നമുക്ക് തോന്നുന്നത്. നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന, നമ്മുടെ സമൂഹം, ഒരുപക്ഷെ നമ്മളിൽ തന്നെ ഒരാള് അതിലൊരു കഥാപാത്രമാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ശരിക്കും ഒരു റിയലിസ്റ്റിക് സംഭവം, ഒട്ടും നാടകീയതയില്ലാത്ത കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക. അതൊരു വല്ലാത്തൊരു കഴിവായിരുന്നു. ശ്രീനിയേട്ടനൊക്കെ പോവാന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഒരു തീരാ നഷ്ടം മലയാള സിനിമയ്ക്ക്. അല്ലാതെ ഒരു 10-80 വയസ്സ് വരെ നല്ല കഥാപാത്രങ്ങൾ അഭിനയിച്ചു, അത് വേറെ കാര്യം. പക്ഷെ ഇവരുടെയൊക്കെ സിനിമകള് സജീവമായിട്ട് നിന്നിരുന്ന കാലത്ത് ഞാൻ പറഞ്ഞ അതൊക്കെ ചെറുപ്പക്കാർക്ക് ഒരു വലിയ വഴികാട്ടിയായിരുന്നു. ഞാൻ പറയാതെ നിങ്ങൾക്ക് എന്നെക്കാട്ടറിയാം. സന്ദേശം എന്നൊക്കെ പറഞ്ഞ സിനിമ ആലോചിച്ച് നോക്കൂ. 2 പാർട്ടിയിൽ വിശ്വസിക്കുന്ന 2 മക്കളുടെ, ഒരു അച്ഛന്റെ ഒരു നിവർത്തികേട്. അവസാനം അമ്മയ്ക്ക് അസുഖമായിട്ട് വന്നപ്പോ ശരിക്കും എനിക്ക് എന്നും ഞാൻ വിചാരിക്കുമോ, സീനിയേട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ കുറെ സബ്ജക്ട്സുകൾ എഴുതിയിരുന്നെങ്കിൽ കുറച്ചൊക്കെ ഒരു യുവതലമുറ അവരുടെയൊക്കെ പടങ്ങളൊന്നും എടുത്ത് കാണട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. വല്ലാത്തൊരു വിഷമമായി പോയി കേട്ടപ്പോ. ഞാൻ വിചാരിച്ചു, ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം കണ്ടു അദ്ദേഹത്തെ ചില ഫംഗ്ഷനും വിവാഹത്തിനും ഒക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ആരോഗ്യം ശരിയായി വരുന്നുണ്ട് എന്ന് വിചാരിച്ചു. എന്ത് ചെയ്യാനാണ്? ആത്മാർത്ഥമായിട്ട് ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നല്ല വേറെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിങ്ങനെ അങ്ങനെ അധികം ഞാനൊരാളെ ശരി ഇത്ര കാലമായി ഞാനാണെങ്കിലും കുറെ കഴിയുമ്പോൾ പോണം. പക്ഷെ ശ്രീനിയേട്ടനൊന്നും മലയാള സിനിമയിൽ ഇത്ര പെട്ടെന്ന് പോകാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ നമ്മുടെ കയ്യിലല്ലല്ലോ ഈ ഒരു കാര്യം മാത്രം. അത് പലരും മറന്നുപോകും എന്നുള്ളതാണ് സത്യം. ഇത്രയും വലിയൊരു കലാകാരൻ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇനി മലയാള സിനിമയിൽ ഒരു അഭിപ്രായം പറയാൻ പോലും കിട്ടത്തില്ല എന്നുള്ളത്. അതായത് ഈ വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്വഭാവം, വെട്ടിത്തുറന്ന് പറയുന്ന കാര്യം, ആരെയും ഭയപ്പാടില്ലാത്ത. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം വിശ്വസിക്കുന്ന പ്രസ്ഥാനമാകട്ടെ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാകട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം സൃഷ്ടിക്കുന്ന സിനിമകളിലൂടെ ആവട്ടെ, അദ്ദേഹം പറയുന്ന കാര്യങ്ങള് നമ്മൾ ആരും കേൾക്കാതെ ഒരു നാടകീയത കലർത്തി ഒരു സന്ദേശം ചുമ്മാ പറയുക എന്ന് ഇന്നേ വരെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമുക്ക് പലപ്പോഴും തോന്നുന്നു നമ്മൾ ഇതുപോലത്തെ കഥ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഈശോ ഇത് സത്യമാണല്ലോ, നമ്മൾ കണ്ടല്ലോ ഇങ്ങനെ ഒരാളിനെ, അല്ലെങ്കിൽ ഇതിന്റെ കുറച്ചൊരു സംഭവം നമ്മൾക്ക് അറിയാമല്ലോ എന്നുള്ളൊരു ആത്മാർത്ഥതയായിരുന്നു ഉണ്ടല്ലോ. ആ ഒരു നിലപാടുകളാണ് സിനിമയ്ക്ക് വരേണ്ടത്. സിനിമ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങളടക്കം മാധ്യമങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്, ദൃശ്യ മാധ്യമം ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്ത്. എങ്ങനെ
അവര് സൃഷ്ടിക്കുന്ന ആ സൃഷ്ടികളിലൂടെ വേണം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അല്ലേ? അല്ലാതെ നമുക്ക് ലോകത്ത് നടക്കാത്ത കഥയെടുത്ത് അതൊക്കെയാണ് ഞാനും പറയുന്നത്. കാരണം ഞാൻ ഏറ്റവും ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞ ഈ സന്ദേശം എന്ന് പറഞ്ഞ സിനിമയൊക്കെ ശ്രീനിവാസന്റെ അറിയാമല്ലോ. എന്താണ് ആ പടമൊക്കെ നലച്ചു. ഇന്ന് അതൊക്കെ തന്നെയല്ലേ ഒരു വീട്ടിൽ നടക്കുന്നത്. പല പല വിശ്വസിക്കുന്ന മക്കളത് വൃത്തിയില്ലാത്ത അച്ഛനമ്മമാര്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു അതൊന്നും ഇനി കിട്ടില്ല. എന്ത് പറയാനാണ്, നമുക്കൊരു വിഷമമാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഇന്നത്തെ കാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയത് ഇപ്പൊ ഈ ഒരു വാർത്തയാണ്. ഈശ്വര, ഇനി ശ്രീനേട്ടനില്ലേ ഇവിടെ സിനിമയ്ക്ക് എന്നുള്ള ഒരു വിഷമമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ ആത്മശാന്തി നേരുന്നു എന്നല്ല, അതെന്തോ പറയാമേ. ശ്രീമതി മല്ലിക സുകുമാരനാണ് ശ്രീനിവാസനെ അനുസ്മരിച്ചത്. താൻ മലയാള സിനിമയ്ക്ക് നൽകാതിരുന്ന 500 സിനിമകൾ, അതായത് താൻ തിരക്കഥകൾ ഒരുക്കി മലയാള സിനിമയ്ക്ക് ചെയ്യണം എന്ന് വിചാരിച്ച് അത് സാധിക്കാതിരുന്ന 500 സിനിമകളാണ് തൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് ശ്രീനിവാസൻ വിളിച്ചു പറഞ്ഞത്. എത്ര കുടുകുട ചിരിച്ചാണ് മലയാളി കേട്ടത് എന്ന് ഓർക്കണം. അതാണ് ഒരു സിനിമാ പ്രവർത്തകൻ ചെയ്യേണ്ട സംഭാവന. അതായത് വേണ്ടാത്തതൊന്നും വെറുതെ ഇങ്ങനെ കുത്തിക്കയറ്റി സിനിമാ മേഖലയിലേക്ക് കൊടുത്ത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ നശിപ്പിച്ച് പ്രേക്ഷകരുടെ സമയം കളയാനുള്ള അതല്ല തൻ്റെ സിനിമാ ജീവിതം എന്ന് പറഞ്ഞു വെക്കുന്ന ശ്രീനിവാസൻ, അത്ര ബോൾഡായി വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ ശ്രീനിവാസൻ, സ്ഫുടമായി സംസാരിക്കുന്ന, വളരെ കൃത്യമായി വാക്കുകളിലൂടെ പ്രസംഗിക്കുന്ന, ഓരോ വാക്കുകളും നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞെത്തുന്ന വിധത്തിലുള്ള പ്രസംഗം, ഇതൊക്കെ ശ്രീനിവാസൻ്റെ പ്രത്യേകതകൾ തന്നെയായിരുന്നു. ഓരോ സിനിമകളിലും അദ്ദേഹം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു മലയാളികൾക്ക് വേണ്ടി ഓരോ പ്രത്യേകതകൾ. ആദ്യം മുതലുള്ള മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു തിരക്കഥ മുതൽ നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശ്രീനിവാസൻ്റെ അടുത്ത് പ്രിയദർശൻ്റെ അടുത്ത് അഭിനയിക്കാൻ ആഗ്രഹം തോന്നി, അഭിനയിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചെന്ന ഒരാളാണ്. തിരക്കഥ എഴുതാമെങ്കിൽ അഭിനയിപ്പിക്കാം എന്ന് ശ്രീനിവാസൻ പറഞ്ഞതനുസരിച്ച് വളരെ ഫോഴ്സ്ഫുള്ളായി പ്രിയദർശൻ ഈ തിരക്കഥാ രംഗത്തേക്ക് ശ്രീനിവാസനെ കൊണ്ടുവരികയായിരുന്നു. ഇതൊക്കെ മലയാളത്തിൽ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന, എല്ലാ രംഗത്തും വളരെ കൃത്യമായി തൻ്റെ കയ്യൊപ്പ് പതിച്ച ഒരു പ്രതിഭയാണ് ഇപ്പോൾ വിടവാങ്ങുന്നത് എന്നുള്ളതാണ്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ഒരുപക്ഷെ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കണം. ആജ്ഞ രവീന്ദ്രൻ അവിടെയുണ്ട്. ആജ്ഞ, ശ്രീനിവാസൻ്റെ ആരോഗ്യസ്ഥിതി കഴിഞ്ഞ കുറേ നാളായി മോശമായിരുന്നു. ഇന്നലെ ഒക്കെ ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ വഷളായി എന്നാണോ? നേരത്തെ മണിയമ്പിള്ളരായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വീണതിനെ തുടർന്ന് ഒരു ചെറിയ പരിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം പങ്കുവച്ചിരുന്നു. അതെനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനെയും കുറച്ചു നാളുകളെ അദ്ദേഹം ഈ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ തന്നെ ചികിത്സയിലായിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിരന്തരം ഇവിടെ അസുഖത്തെ തുടർന്ന് നിരന്തരം ആശുപത്രിയിൽ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും കുറച്ചുകൂടി ഹെൽത്ത് കണ്ടീഷൻ നന്നായി വരുന്ന ഒരവസ്ഥ കൂടി ആയിരുന്നു എന്നായിരുന്നു നേരത്തെ മനസ്സിലാക്കുന്നത്. അദ്ദേഹം തിരിച്ചു വരും, അതായത് അസുഖങ്ങളും ഒക്കെ കഴിഞ്ഞ ശേഷം മാറിയ ശേഷം, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിയ ശേഷം ആരോഗ്യ വീണ്ടെടുപ്പ് അദ്ദേഹം വീണ്ടും സിനിമാ മേഖലയിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ഉണ്ടായിരുന്നു. ഒന്ന് തുടരുക ആജ്ഞ. നടൻ ബൈജു എഴുപുന്ന ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബൈജു, ശ്രീനിവാസനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു, ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു വേദന തരുന്നൊരു വാർത്തയാണ്. എങ്ങനെയാണ് താങ്കൾ അതിനെ ആ വാർത്തയെ സമീപിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ ഒരു രണ്ടാഴ്ചക്ക് മുമ്പ്, രണ്ടാഴ്ചയല്ല, ഏകദേശം ഒരു മാസം മുമ്പ് സൈനേട്ടൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു, വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിരുന്നു സൈനേട്ടൻ. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റാനില്ല. ഞങ്ങള് ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഉദയനാണ് താരം എന്ന് പറഞ്ഞ സിനിമ, അതിനകത്ത് പുള്ളിക്കാരന്റെ പാർട്ട്ണർ ബെൻസ് എന്നുള്ള ക്യാരക്ടർ, ബെൻസ് മത്തായി എന്നുള്ള ക്യാരക്ടറാണ് ചെയ്തത്. പിന്നെ ഏകദേശം ഇവിടം സ്വർഗമാണെന്ന് പറഞ്ഞ സിനിമയിലെ ഒരുപാട് ദിവസങ്ങളെ, അതിനേക്കാൾ ഉപരി സൈനേട്ടനായിട്ട് വീട്ടിൽ പോവുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്ങനെയാണ് എന്നുള്ള. ഇപ്പോഴും മരിച്ചു എന്ന് പറയുന്നത് എനിക്ക് എന്താ പറയാ, അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ. പക്ഷേ ഞാൻ അവിടെ വീട്ടിൽ ചെല്ലുമ്പോഴും ഒക്കെ അങ്ങനെ ഇരിക്കണമെങ്കിൽ പോലും ശ്രീനിയേട്ടന് പഴയ കാര്യങ്ങൾ പറയുകയും ഒരുപാട് പൊട്ടിച്ചിരിക്കുകയും ഒക്കെ, ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണതിന്റെ ഇടയിലാണെങ്കിൽ പൊട്ടിച്ചിരിച്ച് ഇങ്ങനെ വരുമ്പോ ഇടയ്ക്ക് വയലിൽ നിന്നൊക്കെ ഇങ്ങനെ വരുമ്പോ ചേച്ചി ഇങ്ങനെ ഫുള്ള് ഇനി കഴിക്കേ, എന്നിട്ട് തമാശ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതെല്ലാം എന്റെ മുമ്പിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. എന്താ പറയാ, വലിയൊരു നഷ്ടം തന്നെയാണ്. നഷ്ടത്തിനേക്കാളപ്പുറം അങ്ങനെ ഒരു വാക്കുണ്ടെങ്കിൽ അതാണ്. ശ്രീനിയേട്ടൻ അത്രയും ഒരുപാട് എന്താ പറയാ വലിയ നഷ്ടമാണ്. വേറെ ഒന്നും പറയാനില്ല അതിനെ കുറിച്ചിട്ട്. ഇപ്പൊ ഞാൻ വീട്ടിലോട്ട് പോകാനായിട്ടുള്ള ഒരു എനിക്കുന്നുണ്ട്. ശരി, ബൈജു എഴുപുന്നയാണ് അനുസ്മരിച്ചത്. ആജ്ഞ തുടരാം.
രഞ്ജിത്ത്, തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ നിരന്തരം ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് നിരന്തരമായ ചികിത്സയിലുണ്ടായിരുന്നു. അടുത്തൊന്ന് വീണതായിട്ട് അറിയുന്നുണ്ട്. എന്തായാലും അപ്രതീക്ഷിതമായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം അദ്ദേഹം ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് ആരോഗ്യം വീണ്ടെടുത്ത് തിരിച്ചെത്തുന്നത് പ്രതീക്ഷിച്ചിരുന്ന മേഖലയിലുള്ളവർക്കും അദ്ദേഹത്തിന്റെ രക്ഷകർക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ അടുത്ത സമയത്തൊക്കെ നടന്ന ഉദ്ഘാടന ചടങ്ങുകൾ അതിലൊക്കെയും അദ്ദേഹത്തിന്റെ നർമ്മത്തിൽ ചാലിച്ച തരത്തിൽ അത്തരത്തിലുള്ള അതാണ് ശ്രീനിവാസൻ ശരിക്കും